നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് മുന്നോടിയായിട്ടുള്ള തങ്ങളുടെ അവസാന സന്നാഹ മത്സരത്തിൽ ബ്രസീൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തിയെങ്കിലും അവർക്ക് ആശങ്കയായിട്ട് അവരുടെ വിങ് ബാക്ക് പൊസിഷനിൽ വലിയ പ്രതീക്ഷയുള്ള താരം വെസ്ലിക്ക് പരിക്കേറ്റിരിക്കുന്നു. സോ അദ്ദേഹം വേൾഡ് കപ്പ് സ്ക്വാഡിൽ നിന്ന് പുറത്താകുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ പുറത്തായാൽ പകരം ആര് എന്നുള്ള ചോദ്യവുമുണ്ട്. കാർലോ അഞ്ചലോട്ടിയോട് കളിക്ക് ശേഷം ഈ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് വെസ്ലിക്ക് പരിക്ക് പറ്റിയെന്നുള്ളത് ഒരു ഷെയിംഫുൾ ആയിട്ടുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും മികച്ച കളിക്കാരനാണ്. പക്ഷേ ബ്രസീലിന് അത് കവർ ചെയ്യാനുള്ള താരങ്ങളുണ്ട്. നമുക്ക് പകരക്കാരായിട്ടുള്ള താരങ്ങളുണ്ട്. ഡാനിലോക്ക് ആ പൊസിഷനിൽ കളിക്കാൻ പറ്റും, ഈ ബാനസിന് ആ പൊസിഷനിൽ കളിക്കാൻ പറ്റും എന്നൊക്കെയാണ് കോച്ച് പറഞ്ഞത്. പിന്നെ നാളത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ടെസ്റ്റ് റിസൾട്ട് വന്നതിന് ശേഷം ഫൈനൽ തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു. നാളെ എന്ന് പറഞ്ഞാൽ നമുക്കത് ഇന്ന് രാത്രിയോട് കൂടിയായിരിക്കും. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അദ്ദേഹത്തെ കട്ട് ചെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട് എന്നാണ് ബ്രസീലിയൻ മാധ്യമങ്ങൾ നൽകുന്ന സൂചന. കളിക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ അത് തന്നെയാണ് പൊതുവെ എല്ലാവരും ഇപ്പോൾ വിശ്വസിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തെ ഒഴിവാക്കിയാൽ പകരം ബ്രസീലിന് അവരുടെ 55 അംഗ പ്രിലിമിനറി സ്ക്വാഡിൽ ഉണ്ടായിരുന്ന താരങ്ങളിൽ നിന്ന് ഒരാളെയാണ് എടുക്കാൻ പറ്റുക. അപ്പോൾ അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള താരങ്ങൾ ആരൊക്കെയാണ് ആ ലിസ്റ്റിൽ നോക്കുകയാണ് നമ്മൾ. ഡിഫൻഡർമാരായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അലക്സാൻഡ്രോ, ഫബ്രീസിയോ ബ്രൂണോ, അലക്സാൻഡ്രോ റിബൈറോയാണ് നമ്മൾ പറയുന്നത്, ലില്ലിയുടെ താരം. പിന്നെ ഫബ്രീസിയോ ബ്രൂണോ, ലിയോ ഓർട്ടീസ്, മുറില്ലോ, തിയാഗോ സിൽവ, വിക്ടർ റീസ്. ഫുൾ ബാക്കുമാരായിട്ട് കൈക്കി, അതുപോലെ ലൂസിയാന ജൂബ, വിറ്റീഞ്ഞോ, പോലോ ഹെൻറിക്കെ. ഇത്രയും താരങ്ങളാണ് അവിടെ ഡിഫൻസിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ ഈ അവൈലബിൾ ആയിട്ടുള്ള 10 പേരുകളിൽ വെസ്ലി കളിക്കുന്ന സെയിം പൊസിഷനിലുള്ളത് 2 പേരേ ഉള്ളൂ. അതൊന്ന് വിറ്റീഞ്ഞോയും മറ്റൊന്ന് പോലോ ഹെൻറിക്കയുമാണ്. ബൂട്ടഫാഗയുടെ വിറ്റീഞ്ഞോ, അതുപോലെ വാസ്കോയുടെ പോലോ ഹെൻറിക്കെ. ഇതിലൊരാൾ എടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡാനിലോക്ക് ആ പൊസിഷനിൽ കളിക്കാൻ പറ്റും, ഈ ബാനസിന് ആ പൊസിഷനിൽ കളിക്കാൻ പറ്റും, ഈവൻ മാർക്കിന്യോസിനും റൈറ്റ് ബാക്കായിട്ട് കളിക്കാൻ പറ്റും, റൈറ്റ് വിങ് ബാക്കായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ കോച്ച് ഇതിൽ എന്ത് തീരുമാനമെടുക്കും, മറ്റേതെങ്കിലും പൊസിഷനിലേക്ക് താരങ്ങളെ എടുക്കുമോ എന്നുള്ള കാര്യങ്ങളാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും ഇതിനൊക്കെ ഒരു ഫൈനൽ തീരുമാനം വരേണ്ടത് അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ ഒഴിവാക്കുകയാണെങ്കിൽ പുതിയൊരു താരത്തെ എപ്പോൾ എടുക്കാൻ പറ്റും? ഇപ്പോൾ നെയ്മറുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ ഈ വിഷയം വിശകലനം ചെയ്തപ്പോൾ പറഞ്ഞതാണ്, ജൂൺ 12 ബ്രസീലിന് റീപ്ലേസ്മെൻറ്റ് നടത്താൻ പറ്റുള്ളൂ. അതായത് ബ്രസീലിൻ്റെ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിന് 24 മണിക്കൂർ മുമ്പാണ് ഒരു റീപ്ലേസ്മെൻറ്റ് സാധ്യമാവുക. അങ്ങനെയെങ്കിൽ ബ്രസീലിന് ജൂൺ 12 ഏറ്റവും ഒടുവിൽ ഒരു താരത്തെ ഒഴിവാക്കി മറ്റൊരാളെ എടുക്കാനുള്ള ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.